Hi, this is Shahid Ali and this is my podcast number 16. അപ്പം ആക്ച്വലി ഇനിയൊരു പോഡ്കാസ്റ്റ് ലാസ്റ്റ് 15th പോഡ്കാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എക്സാമിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് എക്സാംസിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യാം എന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും കുറച്ച് ദിവസമായിട്ട് ഈ CM എക്സാംസിൻ്റെ പേടി അല്ലെങ്കിൽ എക്സാംസുമായി ബന്ധപ്പെട്ട് ദാറ്റ് മീൻസ് ഈ ലാസ്റ്റ് സ്പാൻ ഓഫ് കുറച്ച് സമയമുണ്ടല്ലോ, ഈ 10 days അല്ലെങ്കിൽ 12 days യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ അതിനൊക്കെ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഇനി എങ്ങനെ പഠിക്കും എന്നറിയാതൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ മീൻസ് ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലെത്തുമ്പം കൈവിട്ട് പോകുന്നൊരു സിനാരിയോ ഇല്ലേ പല ആൾക്കാർക്കും. അപ്പം അങ്ങനത്തെ സിനാരിയോസ് ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ എനിക്ക് മെസ്സേജായിട്ടും എന്നെ വിളിച്ചിട്ടൊക്കെ പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇനി അതുതന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇനിയിപ്പോൾ ആ കാര്യം ലാസ്റ്റ് സ്പാൻ ഓഫ് ടൈം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കുറച്ച് അഡീഷണൽ കുറച്ച് കാര്യങ്ങളൂടെയും പറഞ്ഞിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ വന്നിട്ടുള്ളത്. ഐ തിങ്ക് എൻ്റെ പോഡ്കാസ്റ്റുകളൊക്കെ ഹെൽപ്പ് ആവുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ അതിന് പ്രോപ്പറായിട്ടൊരു ഫീഡ്ബാക്ക് ഒരു കമൻ്റായിട്ടോ ലൈക്കായിട്ടോ ഒക്കെ തരാമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഓക്കെ, സോ ഞാനിത് പറയുന്നത് ഞാനൊരു മോട്ടിവേറ്ററോ അല്ലെങ്കിൽ ഞാൻ വലിയ സംഭവമായിട്ടോ അല്ല. ഇറ്റ്സ് ഓൾ ഫ്രം മൈ എക്സ്പീരിയൻസ്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയേഴ്സാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ കുറേ തോറ്റിട്ടാണ് ഞാൻ പാസ്സായിട്ടുണ്ട്, പക്ഷേ ഞാൻ തോറ്റിട്ടുമുണ്ട്. അപ്പം അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലോട്ട് കിടക്കാം. അപ്പോൾ CMA എക്സാംസ് ജൂണിൽ വരാൻ പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇനിയുള്ള ദിവസം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. ദാറ്റ് മീൻസ് ഈ 10 days അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സാമിൻ്റെ തൊട്ട് മുമ്പുള്ള ഈ 15 days അല്ലെങ്കിൽ ആ 10 days ക്യാപ്പ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല വെച്ചാൽ അട്ടർ ഫെയിലിയർ ആയിരിക്കും. സത്യം പറയാം, അട്ടർ ഫെയിലിയർ ആയിരിക്കും. കാരണം നിങ്ങൾ ഈ 2-3 months പഠിച്ചത് ഇപ്പോഴാണ് ആക്ച്വലി അതിൻ്റെ ഔട്ട്പുട്ട് വരേണ്ടത്. ദാറ്റ് മീൻസ് മാക്സിമം നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടത് അതിപ്പോഴാണ്, അത് പിന്നെ അല്ല. ഓക്കെ, അപ്പോൾ ഈ 10 days മാക്സിമം ഔട്ട്പുട്ട് ആയിരിക്കണം. മാക്സിമം വേറെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കി ഫോണ് കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസ് വേറെ ഒന്നും വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കംപ്ലീറ്റ്ലി നമ്മുടെ ഈ സ്റ്റഡീസിലോട്ട് നമ്മൾ ഒഴുകിയിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ മനുഷ്യരല്ലേ, ഡെഫിനറ്റ്ലി മുമ്പ് പഠിച്ചൊക്കെ മറന്നിട്ടുണ്ടാവും. കുറേ കാര്യങ്ങൾ നമ്മൾ ആദ്യം സിലബസ് വാസ്റ്റാണ്, കുറേ കാര്യങ്ങൾ നമ്മൾ ആദ്യം നോക്കി വെച്ചിട്ടുണ്ടാവും. സോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കുറേയൊക്കെ മറന്നിട്ടുണ്ടാവും. അപ്പം മറന്നു പോയ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുന്ന ടൈം ഇപ്പോഴാണ്. എക്സാമിൻ്റെ തൊട്ട് നമുക്ക് ഒന്നായിട്ടില്ല ഇതും കൂടി റിവൈസ് ചെയ്യാൻ പഴയ കാര്യങ്ങൾ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ 10 days അല്ലെങ്കിൽ ഈ ഗ്യാപ്പിൽ നമ്മൾ മാക്സിമം റിവിഷൻ കൊടുക്കണം. മാക്സിമം റിവിഷൻ പഠിച്ചതാണെങ്കിലും വീണ്ടും പഠിക്കണം. ദെൻ ടഫാണെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് എഗെയിൻ വീണ്ടും ചെയ്യണം. ഇതൊക്കെയാണ് പല ആൾക്കാരും മിസ്റ്റേക്ക്. ഇതൊന്നും ചെയ്യാതെ പോകും. അപ്പം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ അതൊന്നും കൂടി റിവൈസ് ചെയ്യുക എന്നുള്ള ഈ സമയത്ത് നിങ്ങൾ ചെയ്തിരിക്കണം. അത് അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും, എക്സാമിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും അത്. ഓക്കെ, അപ്പം അത് ചെയ്തിരിക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില ആൾക്കാർ മൾട്ടിപ്പിൾ സ്റ്റഡി മെറ്റീരിയൽസ് ഈ പറഞ്ഞ നോക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം എൻ്റെ ഒരു ഇതിൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, ഈ ഒരുപാട് ഓതേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് PDFs അല്ലെങ്കിൽ ഈ പറഞ്ഞ ബുക്സ് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ എന്താ വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചിലപ്പം പല ഫാക്കൽറ്റീസ് പല രീതിയിലേക്കാണ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ സ്റ്റിക്ക് ഓൺ ടു 1 മെറ്റീരിയൽ, മാക്സിമം 2 മെറ്റീരിയൽ. അപ്പം അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ്. എന്താ വെച്ചാൽ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് ചെയ്യാതെ വേറെ കൊടുക്കും പോകരുത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുകയാണ്. സോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ പ്രോബ്ലംസ് ആദ്യം ചെയ്യണം. ഇത് ഞാൻ മുമ്പേ പറഞ്ഞു തരേണ്ടതായിരുന്നു, എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് പറ്റി, ഞങ്ങൾക്ക് അറിയുന്ന വിചാരിച്ചത്. എന്നുവെച്ചാൽ ആ സ്റ്റഡി മെറ്റീരിയൽ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് വെക്കണം. എന്തിനാ? എക്സാമിൻ്റെ തൊട്ടുമുമ്പ് നോക്കാൻ. ദെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കാനർ നോക്കാം. സ്കാനർ നോക്കി സ്കാനറത്തെ കാര്യങ്ങൾ പഠിക്കാം. ഇനി അതല്ല, ചില ആൾക്കാർ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യില്ല, വേറെ ഏതെങ്കിലും ഓതേഴ്സിൻ്റെ ബുക്സ് ആണെങ്കിൽ ഓരോ ഓതറിൻ്റെ ബുക്സ് യൂസ് ചെയ്യുക. എന്നുവെച്ചാൽ മൾട്ടിപ്പിൾ ആയിട്ട് ഈ പറഞ്ഞ ബുക്സ് പരതി നടക്കരുത്. PDF ഈ PDF. യു ക്യാൻ യൂസ് സംതിങ് വൺ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ഒരു ടൈപ്പ് ഓഫ് സ്കാനർ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് കമ്പൈലർ, ഒരു ടൈപ്പ് ഓഫ് MCQ ബുക്ക്ലെറ്റ്, അങ്ങനെ. സോ മൾട്ടിപ്പിൾ ബുക്സ് നമ്മളിങ്ങനെ PDF നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ആ PDF യൂസ് ചെയ്യുന്നതിന് പറയല്ല. ദാറ്റ് മീൻസ് മൾട്ടിപ്പിൾ ബുക്സ് വേണ്ട, അതിനുള്ള സമയമില്ല. നമുക്ക് കുറച്ച് സമയത്ത് പല കാര്യങ്ങൾ പഠിക്കണം. അതിനാ പറയുന്നത് ഒരു ഓതറിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ബുക്സ് മാത്രം വെച്ച് പോവുക. അത് മതി. ഇറ്റ്സ് ഇനഫ്. മൾട്ടിപ്പിൾ ബുക്സ് കവർ ചെയ്യണം എന്നില്ല. അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. നമുക്ക് ഒരു സബ്ജക്റ്റ് എത്ര കഴിഞ്ഞ് ഇങ്ങനെ തീർന്നില്ല എന്ന് തോന്നും. കാരണം പുതിയ PDF ഇങ്ങനെ വരികയല്ലേ, ഇപ്പം ഇങ്ങനെ തീരുക. മനസ്സിലായി? അപ്പോൾ നമുക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് പറയും, അയ്യോ ഞാൻ പഠിച്ചില്ല, അത് തീർത്തില്ലല്ലോ, ഇത് കഴിഞ്ഞില്ലല്ലോ. ഈ MCQ ബുക്ക്ലെറ്റൊക്കെ പല ആൾക്കാർക്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ആളെന്നെ പല MCQ ബുക്ക്ലെറ്റ് യൂസ് ചെയ്യും. സോ എന്തിനാണത്? അപ്പോൾ നമുക്ക് തന്നെ ഈ ഒരു സബ്ജക്റ്റ് തന്നെ പഠിച്ചാലും തീരൂല. മനസ്സിലായി? അപ്പം അത് ചെയ്യരുത് എന്നാണ് എനിക്ക്
എന്താ പറയുക, ഒരു 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 ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ കുറേ PDF വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ അത് ചെയ്യരുത്. പിന്നെ കുറേ ആൾക്കാർ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു, സാറേ ഞാൻ ബോത്ത് ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഞാൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ബോത്ത് ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പഠിച്ചെത്തിയപ്പം ഒരു ഗ്രൂപ്പ് മാത്രം, ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് മാത്രമാണ് ഞാൻ നോക്കിയെത്തിയത്. അതർ ഗ്രൂപ്പ് എനിക്ക് നോക്കാൻ എത്തിയില്ല, മീൻസ് അത്ര നോക്കിയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ ഗ്രൂപ്പ് എഴുതുന്നില്ല, ആബ്സെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യലുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഫസ്റ്റ് ഗ്രൂപ്പിന് മീൻസ് എഫക്റ്റ് ചെയ്യില്ലല്ലോ എന്ന് വെച്ചു. അപ്പോൾ വലിയ ആബ്സെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുള്ളൂ, മീൻസ് ഫസ്റ്റ് ഗ്രൂപ്പിന് അത് എഫക്റ്റ് ചെയ്യൊന്നുമില്ല, യു ക്യാൻ ജസ്റ്റ് ആ ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്യാതിരിക്കാം. ഞാൻ പറയുന്നത് അതൊരു മണ്ടത്തരായിരിക്കും. കാരണം ഇവൻ ദോ നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്തില്ലേ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം നല്ലോണം നോക്കി, സെക്കൻഡ് ഗ്രൂപ്പ് നോക്കാൻ പറ്റിയില്ല, ബൈ ചാൻസ് എന്തൊക്കെയോ അങ്ങനെ സംഭവിച്ചുകൊണ്ട് നോക്കാൻ പറ്റിയില്ല. സോ നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് എന്തായാലും എഴുതും, സെക്കൻഡ് ഗ്രൂപ്പ് എഴുതുക. ദാറ്റ് മീൻസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ 2 ഗ്രൂപ്പ് എഴുതുക, ഇവൻ ദോ നിങ്ങൾ ആ ഗ്രൂപ്പ് പഠിച്ചിട്ടില്ലെങ്കിലും എഴുതുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തീരെ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ആ സബ്ജക്റ്റുമായിട്ടുണ്ടല്ലോ, അതില്ലാതിരിക്കില്ലല്ലോ. അതെങ്ങനെയാലും ഇപ്പോൾ ക്ലാസ് കേട്ട അറിവുണ്ടാവും, ദാറ്റ് മീൻസ് അല്ലെങ്കിൽ ജസ്റ്റ് നോക്കി എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും. ഭയങ്കര തറോ അല്ലെങ്കിലും യു ഹാവ് സംതിങ്. ആ ഐഡിയ വെച്ചിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കരുത്. യു ക്യാൻ ജസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് പോലെ ജസ്റ്റ് ഗോ ആൻഡ് റൈറ്റ്. അത് ഫുൾ ടൈം ഇരുന്ന് എഴുതണം, പകുതി എഴുതിച്ച് പോരരുത്, അല്ലെങ്കിൽ ഫുൾ എഴുതാതിരിക്കരുത്, ജസ്റ്റ് ഗോ ആൻഡ് ട്രൈ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവാലുവേഷൻ പോലെയാണ്. കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് മാർക്ക് അവിടെ വരുന്നത്, മീൻസ് എത്ര എഴുതിയിട്ട് എനിക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വയം ഇവാലുവേഷനാണ് സംഭവിക്കും. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ഈ ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞ് സെക്കൻഡ് ഗ്രൂപ്പ് അടുത്ത് പഠിക്കാനിരിക്കുമ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. മനസ്സിലായി? അപ്പം ലീവ് ചെയ്യുന്നത് അതൊരു നമ്മൾ കീഴടങ്ങുന്ന പോലെയാണ്. നമ്മൾ ഈ എക്സാം രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ വേണ്ടാന്ന് വെക്കുന്ന ഒരു പ്രൊസീജിയർ നമ്മൾ എന്താ പറയുക, വീരുക്കൾക്ക് തീർന്നിട്ടുള്ളത്. അങ്ങനെ ചെയ്യരുത്. ഇവൻ എന്തോ ആ ഗ്രൂപ്പ് തോറ്റോട്ടെ, എന്നാലും എന്താ എഴുതുക, അറ്റംപ്റ്റ് ചെയ്യുക, രജിസ്റ്റർ ചെയ്ത് അറ്റംപ്റ്റ് ചെയ്യുക. പല ആൾക്കാരും അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ബോത്ത് ഗ്രൂപ്പ് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് അറ്റൻഡ് മീൻസ് എക്സാം എഴുതിയിട്ട് മീൻസ് ഈ രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ തീരെ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നവരുണ്ട്. അവരോടും ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. എത്ര പഠിച്ചു എന്നോ എന്ത് പഠിച്ചു എന്നോ ഒന്നുമല്ല, എക്സാം പോയിട്ട് എഴുതുക, അത് വേറെ. ഇപ്പോൾ ഞാൻ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് ഈ 20 ഡേയ്സിലും 15 ഡേയ്സിലൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് എക്സാം പാസ്സാവുന്ന കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്ത് അവൻ എന്താ പറയുക ഫൈനൽ പ്രിപ്പയർ ചെയ്യായിരുന്നു. അപ്പോൾ ഫൈനൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാനും ഫൈനൽ പ്രിപ്പയർ ചെയ്യുന്ന ടൈമായിരുന്നു. അവൻ ഫൈനൽ പ്രിപ്പയർ ചെയ്യായിരുന്നു, ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു അവൻ പ്രിപ്പയർ ചെയ്തിരുന്നത്. അപ്പോൾ അവൻ ഫസ്റ്റ് ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു സബ്ജക്ട്സുകളെന്ന് വെച്ചാൽ FR, ഓഡിറ്റിങ്, ലോയ് ആൻഡ് പിന്നെ സബ്ജക്റ്റ് SFM, 4 സബ്ജക്റ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവനക്ക് ആകെ കിട്ടിയ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. ആൻഡ് ഈ 1 മന്തിൻ്റെ സ്പാൻ ഓഫ് ടൈമിൽ ഇതെല്ലതും പഠിച്ചു ഒതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി ഹ്യൂജ്. അത്ര എളുപ്പമല്ല. ഇപ്പോൾ ഇവൻ 1.5 മന്തോളം ഉണ്ടാവും തോന്നുന്നു. ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ FRഉം SFMഉം 2 പ്രാക്ടിക്കൽ പ്രോബ്ലം പേപ്പേഴ്സാണ്. അത് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അതിലൊന്നും വിട്ടില്ല. ഇറ്റ്സ് പോസിബിൾ. അവർക്ക് പ്രോബ്ലം പേപ്പേഴ്സ് കുറച്ചും കൂടി എളുപ്പമായിരുന്നു തോന്നുന്നു. അവൻ നല്ലോണം പഠിച്ച് ഓഡിറ്റും ലോയും ഒരു മിതമായ രീതിയിൽ, അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ മെറ്റീരിയൽ മാത്രം നോക്കി, വേറെ ഓതേഴ്സൊന്നും നോക്കില്ല, മെറ്റീരിയൽ മാത്രം നോക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് അവൻ പോയി. ദാറ്റ് മീൻസ് ആ 1.5 മന്തിൽ ഇത് മൊത്തം ഒതുക്കിയാവും പഠിച്ചു. പക്ഷേ സ്ട്രെച്ച് ചെയ്ത് ഇരുന്നിട്ടുണ്ട്, പക്ഷേ എന്നാലും അവൻ മൊത്തം ഒതുക്കി പഠിച്ചു. ആൻഡ് ഫൈനലി അവൻ എക്സാം എഴുതിയപ്പോൾ അവൻ പറഞ്ഞത് SFMഉം FRഒക്കെ നല്ല എഴുതിയിട്ടുണ്ട്, ലോയും ഓഡിറ്റും കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ട് എന്ന് അവൻ റിവ്യൂ പറഞ്ഞു അവൻ്റെ എക്സാമിൻ്റെ. ആൻഡ് ഫൈനലി റിസൾട്ട് വന്നപ്പം ഈ ജസ്റ്റ് കംപ്ലീറ്റഡ് ദി ഫസ്റ്റ് ഗ്രൂപ്പ്. അവൻ ആ ഏരിയ ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്തു. അതിൽ FRഉം SFMഉം ഹൈലി നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് നല്ല എമൗണ്ട് ഓഫ് മാർക്ക് ഉണ്ടായിരുന്നു. ലോയും ഓഡിറ്റും കറക്റ്റ് 40 സംതിങ് ഓർ സംതിങ്, തോൽക്കാതെ 40 സംതിങ്ങിൽ വന്ന് ആൾ പാസ്സായി. അപ്പോൾ ഞാൻ അത് പറയുന്നത് ഇതിപ്പോൾ ഞാൻ പൊക്കി പറയാൻ അല്ലെങ്കിൽ വേറെ ഞാനല്ല കേട്ടോ, വേറെ ആളാണ്. അപ്പം ഇത് ഞാൻ ഇറ്റ്സ് പോസിബിൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് മീൻസ് ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലും ട്രിക്കി ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് ഒരു സ്മാർട്ട് സ്റ്റഡി എന്ന് പറയില്ലേ, ഒരു പ്ലാനിങ്ങിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറയുന്നത്. ഇതിന് ഓവർ ഇത് ബുദ്ധി ഒരു ഇതൊക്കെ മതി. ഇറ്റ്സ് അബൌട്ട് ദി പ്ലാനിങ്ങും സ്ട്രാറ്റജിയാണ് ഇവിടെ പ്രധാനം. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ, നെഗറ്റീവായിട്ട് പറയല്ല, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇരുന്ന് പഠിക്കും. ദാറ്റ് മീൻസ് അവർ ഒരു പണിക്കും പോവാതെ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാതെ എൻ്റർടൈൻ ചെയ്യാതെ ഇരുന്ന് പഠിച്ചിട്ട് മരിക്കും. പക്ഷേ റിസൾട്ട് വരുമ്പോൾ അവർ ചെറിയ മാർക്കിനോ അല്ലെങ്കിൽ ചെറിയ മാർക്കിന് ചിലപ്പോൾ നല്ല ഡിഫറൻസ് ഓഫ് മാർക്കിനൊക്കെ കാര്യം ഫെയിൽ ചെയ്യുക. അവർക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല വൈ ഐ ആം ഫെയിലിംഗ്. ഒരു അപാര പഠിത്തമായിരിക്കും. ഒരു കുറ്റം പറയാനേ പറ്റില്ല. ദാറ്റ് മീൻസ് അവർ ഓൾ ടൈം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം വെച്ചാൽ അവർക്ക് ഒരുപാട് ടൈം പഠിക്കുന്നുണ്ട്, പക്ഷേ എക്സാം എങ്ങനെ ചെയ്തെന്ന് അറിയില്ല, അവർക്കൊരു സ്ട്രാറ്റജി അറിയില്ല, എങ്ങനെ എക്സാമിന് ഇത് എങ്ങനെ കാണണം എന്നറിയില്ല. അവർ എക്സാം അങ്ങനത്തെ ആൾക്കാരെന്ന് വെച്ചാൽ ബിഫോർ എക്സാം, ആക്ച്വൽ എക്സാം വരുന്നതിന് മുന്നേ ഒന്ന് വീട്ടിലിരുന്ന് എക്സാം എഴുതി നോക്കണം, മോക്ക് ചെയ്ത് നോക്കണം, മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം.
മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും എവിടെയാണ് ഈ പാളിച്ച വരുന്നത്, എന്താണ് സംഭവം എന്നുള്ളത്. മനസ്സിലായി? യു ക്യാൻ യൂസ്, ഞാൻ മുമ്പും ഇതിൽ പറഞ്ഞിരുന്നു, പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു, യു ക്യാൻ യൂസ് ദി ടെസ്റ്റ് സീരീസ് യൂസ് ചെയ്തിട്ട് പഠിക്കാം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതും നല്ലതാണ്, ഒരു ഇവാലുവേഷൻ കിട്ടും ബിഫോർ നമ്മൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ഒരു ടെസ്റ്റ് സീരീസ് ഒക്കെ എഴുതുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണത്. ഞാൻ ഓവർ റേറ്റഡ് ആക്കുകയല്ല, ദാറ്റ് മീൻസ് ഇറ്റ്സ് പോസിബിൾ എന്ന് പറഞ്ഞാണ്. അപ്പം എല്ലാവർക്കും അത് പോസിബിൾ ആണെന്ന് എന്നാലും വിചാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് പോസിബിൾ എന്ന് പറഞ്ഞാണ്. ഓക്കെ, അപ്പം ചില ആൾക്കാർ ഇപ്പം ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ചില ആൾക്കാർ കുറേ ആൾക്കാർ അങ്ങനെ കണ്ടു, ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം ചെയ്യുന്നു, സെക്കൻഡ് ഗ്രൂപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് നിങ്ങൾ ഓൾറെഡി മുമ്പ് അറ്റംപ്റ്റ് ചെയ്ത ഒരാളാണെങ്കിൽ, ദാറ്റ് മീൻസ് ഓൾറെഡി നിങ്ങൾ ഈ ഓൾറെഡി കഴിഞ്ഞ ഡിസംബറിലോ ജൂണിലൊക്കെ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കുറച്ചൊക്കെ കാര്യങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കുറച്ച് നല്ല അത്യാവശ്യം നല്ലോണം അറിയുന്നുണ്ടാവും, കാരണം ഓൾറെഡി അറ്റംപ്റ്റ് ചെയ്ത് പഠിച്ച ആൾക്കാരല്ലേ. അപ്പോൾ ഈ അറ്റംപ്റ്റിൽ അൺഫോർച്ചുനേറ്റ്ലി പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സാരി ആയിരിക്കും. നിങ്ങൾ പോയി എഴുതടോ, വെറുതെ പോയി എഴുതടോ. ചിലപ്പം ലക്കിന് ഇങ്ങനെ പാസ്സാവും, പറയാൻ പറ്റില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പം ഈ പറഞ്ഞ അഗ്രിഗേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കയറി വേണമെങ്കിൽ 2 ഗ്രൂപ്പ് ഒരുമിച്ച് പാസ്സാവും. മിറാക്കിൾ ഹാപ്പൻസ്, ഒന്നും പറയാൻ പറ്റൂല. കാരണം ഞാൻ എന്താ പറയുക, ഇങ്ങനത്തെ കുറേ മിറാക്കിൾസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, വേറെയുള്ള ആൾക്കാരെല്ലാം കണ്ടിട്ടുമുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുണ്ട്. ഇനി വേറൊരു കാര്യം പറയാം, എക്സാമുമായി ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പാണ്, ഫസ്റ്റ് ഗ്രൂപ്പാണ് എഴുതുന്നത് കൂട്ടാം, CMA ഇൻ്റർ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ലോ, കോസ്റ്റ് അക്കൗണ്ടിങ്, DT. എടാ എല്ലാ സബ്ജക്റ്റിലും 40 കിട്ടിയിട്ട് കാര്യമില്ല. ഒന്നുകിൽ എല്ലാ സബ്ജക്റ്റിലും 50 കിട്ടണം, മീൻസ് 200 തികയണ്ടേ. ഇതിൽ കുറേ ആൾക്കാർ പെട്ടുപോകാറുണ്ട്. ദാറ്റ് മീൻസ് 40 സംതിങ്ങിൽ എല്ലാത്തിലും വന്നിട്ട് അവിടെ കിടക്കും, പക്ഷേ അഗ്രിഗേറ്റ് കിട്ടൂല. ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ എനിക്ക് കരഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കരഞ്ഞ് എനിക്ക് വിളിച്ചിട്ടുണ്ട്, ഈ സിനാരിയോ ഫേസ് ചെയ്തവർ. ഇത് ഫേസ് ചെയ്യാനുള്ള കാരണം നിങ്ങളടുത്ത് അറിവില്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടും അല്ല. നിങ്ങളടുത്ത് ഒരു മിസ്റ്റേക്ക് പറ്റി. ഒരു ഗ്രൂപ്പിൽ മിനിമം 2 സബ്ജക്റ്റിൽ 60 അബോവ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കണം. 60 അബോവ് 65 70 റേഞ്ചിലൊക്കെ പോകുന്ന രീതിയിൽ 2 സബ്ജക്റ്റ് നമുക്ക് വേണം. നമ്മളെ സ്വന്തം സബ്ജക്റ്റ്, നമ്മളെ ഫേവറേറ്റ് സബ്ജക്റ്റ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ത് വന്നാലും എഴുതാൻ പറ്റുന്ന, ഫുൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, മാക്സിമം നോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത്രയും പെർഫെക്റ്റ്ലി എഴുതാൻ പറ്റുന്ന 2 സബ്ജക്റ്റ് എനിക്ക് എൻ്റെ കയ്യിലുണ്ടാവണം. ഞാനാണ് CMA ഇൻ്റർ എക്സാം എഴുതുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്നെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് ഒന്ന് DT ആയിരിക്കും, കാരണം എൻ്റെ ഫേവറേറ്റ് ആണ് ടാക്സേഷൻ. സോ ഡെഫിനറ്റ്ലി ഞാൻ അതിൽ ഒന്നും നോക്കൂല, 60 അബോവ് 65 70 റേഞ്ചിലേക്ക് സ്കോർ ചെയ്തേ പറ്റൂ. ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാവും, കാരണം എക്സാം എഴുതുമ്പോൾ എനിക്കിത് വരണം, മനസ്സിൻ്റെ ഉള്ളിൽ ഇത് എഴുതുമ്പോൾ വരണം. 65 70 റേഞ്ചിൽ കിട്ടാനുള്ളതാണ്, അപ്പോൾ അതിൽ ഇങ്ങനെ എഴുതണം, നല്ലോണം എഴുതണം, ഫുൾ മാർക്കിൽ എഴുതിയാലേ ശരിയാവുള്ളൂ, എനിക്ക് മനസ്സിൽ വരണത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഉറപ്പിച്ച് വെച്ച കാര്യമാണത്. അതേപോലെ രണ്ടാമതൊരു സബ്ജക്റ്റ് ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിരിക്കും. കാരണം അക്കൗണ്ട്സ് ഇനിയും കുഴപ്പമില്ല, കംഫർട്ടബിൾ ആണ്. CMA ഉണ്ടല്ലോ, അക്കൗണ്ട്സ് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും അങ്ങനെ കിട്ടിയത്. ലോയും കോസ്റ്റ് അക്കൗണ്ടിങ് ജനറലി എനിക്ക് കോസ്റ്റിംഗ് കുറച്ച് ടഫായതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഞാൻ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് കോസ്റ്റിംഗ് എനിക്ക് ടഫാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലായിരിക്കും അതിൻ്റെ അപ്രോച്ച്. ലോയും സെയിം വേ എനിക്ക് ലോ ദാറ്റ് മീൻസ് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം പേഴ്സണലി എനിക്കറിയാം. അപ്പോൾ അതേപോലെ നിങ്ങളും ഇതെന്ത് ചെയ്യണം, കണ്ടെത്തണം ഏതാണ് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പേഴ്സ് ആ ഗ്രൂപ്പിൽ എന്നുള്ളത് കണ്ടെത്തണം. ഇത് കണ്ടെത്തിയില്ലെങ്കിൽ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നത്തിലെത്തും, 40 സംതിങ്ങിൽ വന്ന് നിൽക്കും. അപ്പം മിനിമം 2 സബ്ജക്റ്റ്, മാക്സിമം 3 സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ 4 സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞാൽ നമ്മൾ ജനറലി ഇങ്ങനെ ഒരു മിനിമം സബ്ജക്റ്റ് എന്തായിരിക്കണം, നിങ്ങൾ ഒരു 60 അബോവ് സ്കോർ ചെയ്യാൻ പാകത്തിന് എന്ത് ചെയ്യണം, വെച്ചിരിക്കണം. അത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പല ആൾക്കാരും ചെയ്യാറില്ല, സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിലും അങ്ങനെ തന്നെ. ഓക്കെ, അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ലാസ്റ്റ് അറ്റംപ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ചില ആൾക്കാർക്ക് ഇപ്പം മനസ്സിലുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും, പഠിച്ചോനെ ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റിൽ പഠിച്ച അത്രയും പോലും പഠിക്കാത്തൊരു തോന്നൽ എനിക്ക് വരുന്നത്, കഴിഞ്ഞ അറ്റംപ്റ്റിൽ അത്രയും പഠിച്ചിട്ട് ഞാൻ തോറ്റ്, അപ്പോൾ ഇപ്പം ഈ അറ്റംപ്റ്റിൽ ഞാനിനി ഇതാവുമോ, പഠിക്കാതെ അത്രയും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ ഈ അറ്റംപ്റ്റ്, എന്നിട്ട് ഞാൻ ഈ അറ്റംപ്റ്റ് തോൽക്കുമോ എന്നുള്ള കാര്യം. എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഓരോ അറ്റംപ്റ്റ് പുതിയതാണ്. കഴിഞ്ഞ അറ്റംപ്റ്റുമായിട്ട് ഈ അറ്റംപ്റ്റ് യാതൊരു ബന്ധവുമില്ല. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം, കാരണം നിങ്ങളെക്കാട്ടൊക്കെ കുറേ അറ്റംപ്റ്റുകൾ എടുത്ത ആളാണ് ഞാൻ, അറ്റംപ്റ്റുകളുടെ രാജാവാണ്. അപ്പം അങ്ങനെ അറ്റംപ്റ്റുകൾ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഒരു അറ്റംപ്റ്റ് കിട്ടിയ മാർക്ക് തന്നെ അടുത്ത അറ്റംപ്റ്റ് കിട്ടണമെന്നൊന്നുമില്ല. ദാറ്റ് മീൻസ് അതിൻ്റെ എക്സ്ട്രീം ഡിഫറൻസ് മാർക്ക് കിട്ടാം. അപ്പോൾ ഓരോ അറ്റംപ്റ്റും പുതിയതാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് എനിക്ക് ഓഡിറ്റിൽ കിട്ടിയിരുന്നത് 30 സംതിങ് ആയിരുന്നു, 31 35 ആ റേഞ്ചിലൊക്കെ കിട്ടിയിരുന്നത്. ഞാൻ ആ ഓഡിറ്റ് തന്നെ പഠിച്ചിട്ട് 60 65 എങ്ങാനും എത്തിച്ച്. സോ ഇറ്റ്സ് പോസിബിൾ യാർ. അപ്പം
അങ്ങനെയൊന്നുമില്ല. അത് ഒരു അറ്റംപ്റ്റിൽ അങ്ങനെ കിട്ടി വിചാരിച്ചിട്ട് ആ അറ്റംപ്റ്റ് ഇങ്ങനെ ആവുമോ അതേപോലെ തന്നെ ആവുമോ അങ്ങനെയൊന്നുമില്ല. ഓരോ അറ്റംപ്റ്റും പുതിയതാണ്, നമുക്കൊന്നും പ്രവചിക്കാനൊന്നും പറ്റില്ല ആ അറ്റംപ്റ്റിൻ്റെ മായി തന്നെ ഇതാവുമോ എന്നുള്ളതൊന്നും. ഓക്കെ, സോ ജസ്റ്റ് ലീവ് ഇറ്റ്. അതിനെക്കുറിച്ച് ആലോചിക്കുക ചെയ്യരുത്. ഞാൻ അത്ര പഠിച്ചോ, അവൻ എത്ര പഠിച്ചോ. അതേപോലെ വേറെ ആൾക്കാർ കമ്പയർ ചെയ്യും, അവൻ ആ ബുക്കിലെട്ട് കംപ്ലീറ്റ് ചെയ്ത്, അവൻ ആ സ്കാനർ മൊത്തം കംപ്ലീറ്റ് ചെയ്തെന്ന് പറയും. അവനത് കംപ്ലീറ്റ് ചെയ്തോട്ടെ, ഇറ്റ്സ് ഹിം. ഞാൻ എന്ത് ചെയ്തത് മാത്രം നോക്കിയാൽ മതി. വേറെ ആൾ എന്ത് ചെയ്തെന്ന് ഞാൻ കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പല ആൾക്കാരും ചെയ്യുന്ന മറ്റൊരു തെറ്റാണത്. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ സുഹൃത്തുക്കളത്തോ അല്ലെങ്കിൽ വേറെ ആളെ വിളിച്ചിട്ട് എടാ ഈ ആ കമ്പൈലർ കംപ്ലീറ്റ് ചെയ്ത് നോക്കും, അവൻ പറയും ആ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയും. നമ്മൾ ചിലപ്പോൾ തൊട്ടിട്ടുണ്ടാവില്ല. അതെന്തിനാണ് നോക്കുന്നത്? അതിന് നോക്കേണ്ട ഒരു ആവശ്യമില്ല. അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ. കാരണം ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റിയാണ്, ഓരോ കാപ്പബിലിറ്റിയാണ്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ വേറെ ആൾ ചെയ്യുന്നുണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കണം, നമുക്ക് നടക്കൂല ചിലപ്പോൾ. നമുക്ക് അത് അത്ര പോസിബിൾ ആവണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ കാപ്പബിലിറ്റീസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രാവിലെ എണീറ്റ് പഠിക്കാൻ എനിക്ക് തീരെ പറ്റില്ല. അതിപ്പോൾ എന്നെ ഞാൻ വീട്ടുകാരോട്ട് വന്നിട്ട് എന്നെ രാവിലെ വിളിക്കും. ഞാൻ പരീക്ഷയ്ക്ക് പോലും രാവിലെ എണീക്കാറില്ല, സത്യം പറയാം. പരീക്ഷയ്ക്ക് ഈവൻ രാവിലെ കാര്യങ്ങളിൽ കളിക്കാൻ വിളിച്ചാൽ തന്നെ ഞാൻ പോകാറില്ല. കാരണം എനിക്ക് രാവിലെ ഉറങ്ങണം. എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഉറക്കം കിട്ടുന്നത് രാവിലെയാണ്. അപ്പോൾ ഞാൻ രാവിലെ ഉറങ്ങാതെ എനിക്ക് ശരിയാവില്ല, മനസ്സിലായി. അപ്പോൾ ഞാൻ ഈവൻ പരീക്ഷയ്ക്ക് പോലും ഒറ്റ പരീക്ഷയ്ക്ക് പോലും ഇതുവരെ നേരത്തെ എഴുന്നേറ്റിരുന്ന് ഞാൻ പഠിക്കുന്നത് ഇവരാരും കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ പഠിച്ചിട്ടും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് രാത്രി കംഫർട്ടബിളാണ്. രാത്രി എനിക്ക് അത്ര ഇരിക്കാൻ സൈലൻ്റ് ആണ്. എനിക്ക് എത്ര എക്സ്റ്റെൻഡ് രാത്രി എനിക്ക് പോകാം. സോ ദാറ്റ്. അപ്പോൾ എന്നെ പിടിച്ചിരുത്തി പറയുകയാണെങ്കിൽ രാവിലെയാണ് നല്ലത് പഠിക്കാനെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചിരുത്തി രാവിലെ എത്തി അങ്ങനെ ഉണ്ടാവും. എല്ലാവരും രാവിലെ പഠിക്കണേ, രാവിലെ നല്ലത് എന്ന് പറഞ്ഞിട്ട് രാവിലെയാണ് നല്ല മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പിടിച്ചിട്ട് എനിക്ക് പഠിക്കാൻ കഴിയില്ല. ഞാൻ ഉറങ്ങി തൂങ്ങിയിട്ടുണ്ടാവും, സത്യം പറയാം. എന്നെക്കൊണ്ട് കഴിയില്ല. അപ്പം ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി, ഓരോ സിറ്റുവേഷൻ, ഓരോ സംഭവങ്ങളൊക്കെ ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ പഠിക്കാൻ. ഒരിക്കലും കമ്പയർ ചെയ്ത് നമ്മൾ വേറെ ആൾ ചെയ്യുന്ന വിചാരിച്ച് അതേപോലെ ഇത് നമ്മളും ചെയ്ത് പഠിക്കരുത്. ഓക്കെ, എനിക്ക് ആ അബദ്ധം നല്ലോണം പറ്റിയിട്ടുണ്ട്, സത്യം പറയാം. എനിക്ക് ആ അബദ്ധം നല്ലോണം, എനിക്ക് എൻ്റെ ഫൗണ്ടേഷനിലൊക്കെ എനിക്ക് പറ്റിയ അബദ്ധം ഇതായിരുന്നു. കാരണം ഹോസ്റ്റലിൽ വന്ന് ലേശം സ്പാൻ ഓഫ് ടൈം ഞാൻ ഹോസ്റ്റലിൽ എടുത്തിരുന്നു. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന സമയത്ത് വേറെ ആൾക്കാർ പഠിക്കുന്നുണ്ട്, ഞാൻ അതേപോലെ ഇരുന്ന് പഠിക്കാൻ നോക്കും. പക്ഷെ എനിക്ക് പറ്റാറില്ല. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഓരോ ഇൻഡിവിജ്വലും ഓരോന്നാണ്. അത് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഓരോ ഇൻഡിവിജ്വലും ഓരോന്നാണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 4 സബ്ജക്റ്റിൽ ഞാൻ പറഞ്ഞ് 2 സബ്ജക്റ്റുകൾ ഞാൻ 60 എബോവ് സ്കോർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ചില സബ്ജക്റ്റ് ടഫായാലും, സപ്പോസ് ഞാൻ അധികവും കണ്ടിട്ടുണ്ടാവും 4 പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ചാൽ കിട്ടാത്തൊരു ടൈപ്പ് ഓഫ് പേപ്പർ ആയിരിക്കും, അല്ലേ? മുമ്പ് അറ്റംപ്റ്റ് ചെയ്തവർക്ക് ഇപ്പോൾ ഇതേ ഫീൽ ചെയ്യുന്നുണ്ടാവും. ദാറ്റ് മീൻസ് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് പേപ്പർ ആയിരിക്കും ചിലപ്പം തന്നിട്ടുണ്ടാവുക. അത് ജനറലി സംഭവിക്കാം, എല്ലാ അറ്റംപ്റ്റിലും അങ്ങനെ ഉണ്ടാവും. അത് ഏതൊരു അറ്റംപ്റ്റിൽ FM തീരെ പിടിക്കാൻ പറ്റാത്ത ടൈപ്പായിരുന്നു. MCQ ഒക്കെ FM December 22 ആണെന്ന് തോന്നുന്നു, ഐ തിങ്ക് June 23 ആണോ December 22 ആയതൊരു അറ്റംപ്റ്റാണ്. കഴിഞ്ഞ അറ്റംപ്റ്റ് അല്ലെങ്കിൽ മുമ്പത്തെങ്ങാനോ അറ്റംപ്റ്റിൽ ഭയങ്കര ടഫായിട്ട് FM ചോദിച്ചു സെക്കൻഡ് ഗ്രൂപ്പിൽ. അത് ജനറലി സെക്കൻഡ് ഗ്രൂപ്പിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ടഫായിട്ട് സബ്ജക്റ്റ് ഐ തിങ്ക് FM ആണെന്ന് തോന്നുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സബ്ജക്റ്റാണ് FM മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഒക്കെ. അതേപോലെ ഫസ്റ്റ് ഗ്രൂപ്പിൽ ചോദിക്കുകയാണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ആയിരുന്നു അധികം ടഫാക്കാറുണ്ടായിരുന്നത്. ആവറേജ് പേപ്പർ കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു ഈസി പേപ്പർ ഞാൻ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഐ തിങ്ക് ഒരു ആവറേജ് ഒരു ടഫസ്റ്റ് പേപ്പർ കോസ്റ്റ്. അത് മാറി പറയാം, അങ്ങനെ പറയാൻ വേണമെന്നൊന്നുമില്ല. പക്ഷേ ഈ DT IDT ടഫാക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ടഫാക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. മീൻസ് അക്കൗണ്ട്സ് ഒക്കെ ടഫാക്കുന്നത് ഞങ്ങൾ എത്രത്തോളം ടഫാക്കും. കാരണം ചോദിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ എന്താ ചോദിക്കാൻ പറ്റില്ല. മീൻസ് ദർ ഹാവ് സം ഫോർമാറ്റ് ഫോർ ദാറ്റ് ഓരോ സാധനത്തിനും. അതുപോലെ DT IDT ആണെങ്കിൽ അവിടെ ദർ ഈസ് എ സെക്ഷൻ ഫോർ ദാറ്റ്. ആ സെക്ഷൻ മാറിയിട്ടൊന്നും ചോദിക്കാൻ പറ്റില്ല. പക്ഷേ കോസ്റ്റിംഗ് ഒക്കെ നമുക്ക് എങ്ങനെയും ചോദിക്കാം. കോസ്റ്റിങ്സ് എങ്ങനെയും ഡ്രാഫ്റ്റ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ നമുക്ക് ആൻസർ വിൽ ബി സിമ്പിൾ. ആൻസർ ഈ പറഞ്ഞ മെറ്റീരിയലിൽ പറയുന്ന ആൻസർ തന്നെ ആയിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും, കോസ്റ്റിംഗ് ഒക്കെ ഈസിലി ടഫാക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ് കോസ്റ്റിംഗ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, FM ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ടഫായി കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് ഒരു റേഞ്ചിൽ പിടിച്ചാൽ കിട്ടാത്തൊരു ഒരു സംഭവമായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബേജാറാവല്ലേ ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? ആ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യണം. മാക്സിമം അറ്റംപ്റ്റ് ചെയ്യണം. 100 മാർക്കിന് അറ്റംപ്റ്റ് ചെയ്യണം. എന്ത് ചെയ്തു സാറേ? നിങ്ങളൊക്കെ ചെയ്ത് ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്ത് ചെയ്യുക? അങ്ങനെ വായിച്ച് നോക്കി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കിട്ടും. അപ്പം ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ടഫസ്റ്റ് പേപ്പറല്ല, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വലിയൊരു ഐഡിയ കിട്ടില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 1/2 പേജ് ക്വസ്റ്റ്യൻ FM ഒരു ക്വസ്റ്റ്യനാണ് കിട്ടാം. FM 1/2 പേജ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ 1/2 പേജ് ക്വസ്റ്റ്യൻ ഞാൻ കുറേ എമൗണ്ട്സ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇത് എങ്ങനെ ഞാൻ ക്രാക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഷീറ്റ് എടുക്കുക. വർക്കിംഗ് നോട്ട് നമ്പർ 1 ബേസിക് ഡാറ്റ എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്തിട്ട് താഴെ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ച് വരിക. വായിക്കുന്നതിനടുക്ക് ഓരോന്ന് നോട്ട് ചെയ്ത് ഈ ബേസിക് ഡാറ്റയിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമല്ലോ, ഫസ്റ്റ് ടൈം റീഡ് ചെയ്യുമല്ലോ. അപ്പോൾ റീഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ ബേസിക് ഡാറ്റ ഓരോന്ന് ഇങ്ങനെ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കുക. അപ്പോൾ എന്താ ഉണ്ടാവുക? ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻ നോക്കേണ്ട ആവശ്യമില്ല. ആ ഒറ്റ റീഡിങ്ങിൽ തന്നെ കംപ്ലീറ്റ് സാധനം എൻ്റെ ബേസിക് ഡാറ്റയിലുണ്ട്.
ഇനി എന്ത് നോക്കണമെങ്കിലും ഞാൻ എൻ്റെ കൈപ്പടയിൽ എഴുതിയ ബേസിക് ഡാറ്റ നോക്കിയാൽ പോരെ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുക, എനിക്ക് പുതിയ പുതിയ ഈ പറഞ്ഞ ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യും, എനിക്ക് ഇതിൽ നിന്ന് കിട്ടും. ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് അതിൽ നിന്ന് കിട്ടും. അത് മതി ചിലപ്പോൾ 1 മാർക്ക് 2 മാർക്ക് കിട്ടാൻ. സോ ഈവൻ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറേ കാര്യം. അപ്പോൾ അതേപോലെ തന്നെ ഓഡിറ്റിലൊക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ തിയറി സബ്ജക്റ്റിലാണെങ്കിലും സെയിം വേ മൊത്തം ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ആദ്യം റിക്വയർമെൻറ്റ് വായിച്ച് നോക്കുക. റിക്വയർമെൻറ്റ് എന്താ നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആൻസേഴ്സ് ഇങ്ങനെ മൈൻഡിൽ വരും. സോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ എക്സാം ടിപ്സ് ആ ടൈമത്ത് ഞാൻ പറയുന്നുണ്ട്. എക്സാമിൻ്റെ എക്സാം ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റേ എക്സാമിന് എങ്ങനെ ക്രാക്ക് ചെയ്യാം, എക്സാമിന് ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, അപ്പം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. സോ ഇന്ന് ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചതായിരുന്നു, നിങ്ങൾ ഇനിയിപ്പോൾ ഇനി അടുത്തത് കാര്യം 10 days എഫക്റ്റീവ്ലി യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസ് മാക്സിമം ഒഴിവാക്കുക. ആൻഡ് വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങൾ പഠിക്കാതിരിക്കുക. കാരണം ഇനിയുള്ള ദിവസം പുതിയ കാര്യം പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ പുതിയ കാര്യം മാത്രമായിരിക്കും മൈൻഡിലുണ്ടാവുക. കാരണം അത് പഠിക്കാൻ കുറേ സമയം എടുക്കും. അപ്പോൾ പുതിയ കാര്യങ്ങൾ ഇനി പഠിക്കണമെങ്കിൽ നല്ലോണം സമയം വേണം. അപ്പം അത്രയും സമയം എടുത്ത് പഠിക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്കില്ല. അത് മനസ്സിലാക്കുക, ആ ബോധം മനസ്സിലുണ്ടാവുക. ദാറ്റ് മീൻസ് ഇനി അത്രയും ഗ്യാപ്പ് ഇല്ല, അത്രയും സമയം പഠിക്കാനുള്ള ഒരു ഇതില്ല എന്ന് മനസ്സിലാക്കുക. അപ്പം ഇനിയുള്ളത് റിവിഷനാണ്. ദാറ്റ് മീൻസ് റിവൈസ്. എത്രത്തോളം നിങ്ങളൊരു സബ്ജക്റ്റ് റിവൈസ് ചെയ്യുന്നോ അത്രത്തോളം ആ സബ്ജക്റ്റിൽ മാർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇറ്റ്സ് ഫ്രം എക്സ്പീരിയൻസ് മക്കളെ, എക്സ്പീരിയൻസ്. അപ്പോൾ ആ അത്രയും നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യുന്നതിനനുസരിച്ച് അത്രയും ആ സബ്ജക്റ്റിൽ അത്രയും എക്സ്പേർട്ട് ആവും നിങ്ങൾ. സോ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്തോ ഇല്ലേ. സോ ദാറ്റ്സ് ദി കേസ്. അത്രയും പ്രാക്ടീസ് ചെയ്ത് അത്രയും ഉഷാറാവാന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ള 60+ ടാർഗറ്റുള്ള സബ്ജക്റ്റൊക്കെ നല്ലോണം എന്ത് ചെയ്യണം, ഇരുന്ന് വീണ്ടും നോക്കണം. വീണ്ടും ഈ ആ ടഫായിട്ടുള്ള ഏരിയാസ് ഏതൊക്കെ അതൊക്കെ വീണ്ടും നോക്കണം. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്ന് പറയുന്നുള്ള ദിവസം. അതേപോലെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അത് വീണ്ടും നോക്കുക. അപ്പോൾ ആ രീതിക്ക് വേണം ഇനിയുള്ള ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കാതിരിക്കുക. കാരണം പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് ഒരുപാട് സമയം എടുക്കും. സോ ഇറ്റ്സ് നോട്ട് ആൻ ഈസി, എന്താ പറയുക, അതൊരു നല്ലൊരു അപ്രോച്ച് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർമ്മയിൽ വെക്കുക. പിന്നെ എന്താ, നമ്മളിപ്പോൾ പിന്നെ പല ആൾക്കാരും ഞാൻ കണ്ട് ഭയങ്കര ഹൈപ്പറായിട്ട് ടെൻഷൻ, അല്ലെങ്കിൽ അവർക്ക് ഉറക്കമൊന്നും കിട്ടാതെ ഈ എന്താ പറയുക വേറെന്തോ ഭയങ്കരമായ ഒരു ഇതിലൊക്കെ കൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടു. ഈവൻ ദേ ആർ ക്രൈയിങ് ഫോർ ദി സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് ആകെയുള്ളത് ഒരു ലൈഫാണ് അല്ലേ, ആകെയുള്ളതൊരു ലൈഫാണ്. സോ ആ ലൈഫിൽ നമ്മൾ ഈ പറഞ്ഞ ടെൻഷൻ അടിച്ച് കരഞ്ഞ് ഈ പറഞ്ഞ വേറെ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആകെ കുറച്ച് സ്പാൻ ഓഫ് ടൈമാണ് നമ്മൾ ലോകത്ത് നമ്മളിവിടെ ഉള്ളത്. അപ്പോൾ ഈ ഉള്ള ടൈമൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വാട്ട്സ് ദി മീനിങ് ഓഫ് ലൈഫ് അല്ലേ. ഇപ്പം നമ്മൾ എക്സാം ഉണ്ട്, ഓക്കെ ലൈഫാണ്, എക്സാം ഉണ്ട്, കരിയർ വേണം, ഇറ്റ്സ് ഓക്കെ, എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് ജീവിക്കണ്ടേ, നമുക്ക് എന്താ പറയുക, നമ്മൾ മനുഷ്യരല്ലേ. അപ്പം അതാണ് ഞാൻ പറയുന്നത്. ദാറ്റ് മീൻസ് യു ഷുഡ് ഹാവ്, എല്ലാം പഠിക്കുകയൊക്കെ ചെയ്യണം. പക്ഷേ അത് ഓവറായിട്ട് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് നിങ്ങളെ പല കാര്യങ്ങളും എന്താ പറയുക, കുറച്ച് ബേസിക് നെസസറി ആയിട്ട് വേണ്ട ചില ഒരു ആക്ടിവിറ്റി ഒക്കെ ഇല്ലേ, ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഇല്ലേ. അപ്പം അത് വീട്ടുകാരോടൊക്കെ സംസാരിക്കണം, അതൊക്കെ ഞാൻ ഉദ്ദേശിച്ചത്. ദാറ്റ് മീൻസ് അതിന് ഫോൺ യൂസ് ചെയ്ത് റീൽസ് കാണണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടുകാരൊക്കെ ഒന്ന് സംസാരിക്കണം, അവരോടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് പല ആൾക്കാർ ചെയ്യാറില്ല. അപ്പം വീട്ടുകാരോട് സംസാരിക്കുക, ഉമ്മാനോടോ ഉപ്പാനോടോ ആരോട് കംഫർട്ടബിൾ, രണ്ടോളോ സംസാരിക്കുക, അല്ലെങ്കിൽ ആരോടോ കംഫർട്ടബിൾ അവരോട് സംസാരിക്കുക. അപ്പം ആരാണോ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ യു ക്യാൻ കോൾ യുവർ ഫ്രണ്ട്, ദാറ്റ് മീൻസ് ടോക്ക് വിത്ത് സംവൺ. അത് കുറച്ച് നല്ലതാണ്. ദാറ്റ് മീൻസ് ഈ ഒരു സാഹചര്യത്തിൽ ഫ്രണ്ടിനോട് ടോക്ക് ചെയ്യേണ്ട, സെയിം കാറ്റഗറിയുള്ള ഫ്രണ്ടിനോട് ടോക്ക് ചെയ്യാത്തതാണ് നല്ലത്. ദാറ്റ് മീൻസ് CA ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരെ തന്നെ ടോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യും. സോ ബെറ്റർ ടു ടോക്ക് സംവൺ എനി അതർ എൽസ്. ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുന്നത് നന്നായിരിക്കും. യു ക്യാൻ ടോക്ക് വിത്ത് മീ, ഐ എം റെഡി. എനിക്കാരും സംസാരിക്കാനില്ല, അപ്പം യു ക്യാൻ ടോക്ക് വിത്ത് മീ. ഓക്കെ. സോ എന്നെ വിളിക്കാറുണ്ട്, ഓരോരുത്തർ വിളിക്കാറുണ്ട്. അപ്പം ഞാൻ വിളിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഓക്കെ, യു ക്യാൻ ടോക്ക് വിത്ത് മീ. ആരോട് സംസാരിക്കുന്നത് നല്ലതാണ്. ദാറ്റ് മീൻസ് കുറേയൊക്കെ കുറേ ആരോടെങ്കിലും നമ്മൾ കാര്യങ്ങൾ തുറന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ കുറേ നമ്മൾ എന്താ പറയുക, കുറേ നമ്മൾ റിലാക്സ് ആവും, കുറേ റിലാക്സ് ആവും. ഇറ്റ്സ് എ ഫാക്ട് ആക്ച്വലി. അപ്പോൾ അങ്ങനെ പല ആൾക്കാരും അങ്ങനെ സംസാരിക്കാതെ ഇരിക്കുന്നവരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തീരെ ഈ പറഞ്ഞ എക്സാം ഹൈപ്പർ ടെൻഷനായിട്ട് പല കാര്യങ്ങളും മിസ് ഔട്ടായി പോകുന്നതൊക്കെ ഉണ്ട്. അപ്പം അതൊന്നും വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഒക്കെ വേണം. ദാറ്റ് മീൻസ് എന്താ ഞാൻ പറയപ്പോൾ എനിക്കൊരു വേർഡ് കിട്ടുന്നില്ല അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്നത് യു ഷുഡ് ബി ഹാപ്പി.
സന്തോഷമില്ലെങ്കിൽ, അല്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനോടൊരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ സന്തോഷമില്ലേ, സന്തോഷത്തോടു കൂടി എന്തും ചെയ്യുമ്പോഴാണ് അതിനൊരു പൂർണ്ണത ലഭിക്കുന്നത്. അപ്പം നമ്മൾ ആ സന്തോഷമില്ലാതെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് നത്തിങ്. അത് അൾട്ടിമേറ്റ് സീറോ ആണ്. അപ്പം പഠിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി, ഇവൻ ദോ എല്ലാവർക്കും പേടി എന്താ റിസൾട്ടാണ്. അപ്പം ഇവൻ ദോ എന്തോ ആയിക്കോട്ടെ, റിസൾട്ടല്ല നമ്മളെ മെയിൻ എയിം, എക്സാം ആണ്, റിസൾട്ടല്ല. ദാറ്റ് മീൻസ് ആ 3 hours ഓഫ് ആ പേപ്പർ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ ഈ പറഞ്ഞ റിസൾട്ടല്ല. ആ 3 hours ഓഫ് ആ എക്സാമിൻ്റെ ആ 3 hours പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ പാസ്സായി തന്നെ അർത്ഥം, നമ്മൾ പാസ്സായി കഴിഞ്ഞ്. സോ ആ 3 hours ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ്. അപ്പം അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്, അല്ല റിസൾട്ടല്ല. ഇപ്പം അതിൻ്റെ എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിളാണ് ധോണി എന്ന് പറയുന്ന കളിക്കാരൻ. ധോണി ഒരിക്കലും റിസൾട്ടല്ല നോക്കുന്നത്. ധോണി ആ മാക്സിമം എങ്ങനെ പ്ലേ ചെയ്യാമെന്നാണ് നോക്കുന്നത്, എങ്ങനെ ആൾക്കാരെ കളിപ്പിക്കാം, എങ്ങനെ കളിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ, എങ്ങനെ ആ മാക്സിമം ആ 3 hours എങ്ങനെ മാക്സിമം ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം എന്നുള്ളതായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ആ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നതിന് ഇപ്പം നമ്മൾ വർക്ക് ചെയ്യണം, ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ധോണി പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഇപ്പോൾ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 3 hours ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതാണ് എനിക്ക് പറയാനുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ റിലേറ്റീവ്സിനെ കുറിച്ചും അതേപോലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ആ സംഭവം. അപ്പം യു ഷുഡ് ബി ഹാപ്പി. ആ സന്തോഷം എന്ന് വെച്ചാൽ എക്സാം ആണെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഇതാണ് കരിയർ ആണെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളെ സന്തോഷം നമ്മൾ കളയരുത്. അപ്പം യു ഷുഡ് ടോക്ക് വിത്ത് സംവൺ, ആരോട് സംസാരിക്കുക. ആൻഡ് എൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ വിത്ത് സംവൺ. നിങ്ങളുടെ വിശ്വാസമുള്ള ആൾക്കാരോട് ഷെയർ ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ ടെൻഷനൊക്കെ ഒന്ന് കുറയ്ക്കാൻ നിങ്ങൾക്ക് സംസാരിക്കുന്നത് നല്ലതാണ്. കുറേ സമയമില്ല, കുറച്ച് സമയമാണെങ്കിലും ആ സംസാരം നല്ല എഫക്റ്റ് ആയിരിക്കും. ഞാൻ കാര്യം പറയാം. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് എൻ്റെ ഉമ്മാനോടാണ്. എൻ്റെ ഉമ്മാനോട് സംസാരിക്കും. എൻ്റെ എന്ന് വെച്ചാൽ ബിഫോർ സ്ലീപ്പ് ഞാനും ഉമ്മയും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് ഞങ്ങൾ തമ്മിലിങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്തെത്തുന്നതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ടും പറഞ്ഞ് ഞാൻ അങ്ങോട്ടും പറഞ്ഞ് അങ്ങനെ കിച്ചൺ അങ്ങനെ ക്ലോസ് ചെയ്യും. അപ്പോൾ അത് രസമാണ്. അപ്പം പണി നടക്കുന്നു, പണി ഇങ്ങനെ നടന്നോളൂ. അതിൻ്റെ ഇടയ്ക്ക് ഈ സംസാരം ഇങ്ങനെ കിച്ചൺ ക്ലോസ് ചെയ്ത് ഞാൻ മേലെ അങ്ങനെ റൂമിലോട്ട് പോകും. അപ്പോൾ ജസ്റ്റ് ഹാപ്പി ആക്ച്വലി. അത് ഭയങ്കര രസമാണ് ആക്ച്വലി. അത് അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാനും പറയുന്നത് അതാണ്. അപ്പോൾ ഒരു നല്ല റിലാക്സേഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ എക്സാം ടൈമിൽ ഞാൻ അങ്ങനെ പറയും, എനിക്ക് എന്തോ പഠിച്ചിട്ട് എത്തിയില്ല, ആ സബ്ജക്റ്റ് ഇങ്ങനെ ആയി, അങ്ങനെ അത് സാരമില്ല, അത് നീ മാക്സിമം നോക്കിയില്ലേ, അങ്ങനെ അവനുമ്പോൾ വരും, മാക്സിമം നോക്കിയില്ല, അത് മതി. അത് ഇനി നമുക്ക് ഇൻഷാല്ലാ നമുക്ക് വരുന്നോട് വെച്ച് നോക്കാം, നമ്മൾ പഠിച്ചവനോട് പ്രാർത്ഥിക്കാം, നമുക്ക് ഇനി നോക്കാം, പാസ്സാവും, ബേജാറാവണ്ട. അങ്ങനെ തന്നെ പറയും, ഈ ബേജാറാവണ്ട, നിങ്ങൾക്ക് ഇത്രയും വയസ്സായി, ദാറ്റ് മീൻസ് ഞാൻ സ്റ്റിൽ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്, തോറ്റാലും പറയും ഈ ബേജാറാവണ്ട, പാസ്സായിക്കോളും, നോക്കിക്കോളും. ഇറ്റ് ഗീവ്സ് മീ സംതിങ്. അതന്നെ എനിക്ക് വലിയൊരു ബൂസ്റ്റാണ് ആക്ച്വലി. അപ്പോൾ അതൊക്കെ ആലോചിക്കുന്നത് എനിക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പാസ്സായേ പറ്റൂ തന്നെ മനസ്സിൽ തോന്നും. എങ്ങനെ പാസ്സായേ പറ്റൂ എന്നുള്ള മനസ്സിൽ തന്നെ അപ്പോൾ തന്നെ തോന്നും. അപ്പോൾ അങ്ങനെ ആരുടെയും സംസാരിക്കാൻ യു ക്യാൻ ടോക്ക് വിത്ത് മീ. എനിക്ക് ഞാൻ ഇപ്പം നിങ്ങളെപ്പോലത്തെ ഒരുപാട് സ്റ്റുഡൻസ് എനിക്ക് വിളിച്ചിട്ട് എന്നോട് സംസാരിക്കാറുണ്ട്. യു ക്യാൻ ടോക്ക് വിത്ത് മീ. അപ്പം നമുക്ക് ഏറ്റവും കംഫർട്ട് ചിലപ്പോൾ ഉമ്മയായിരിക്കും. സോ ഉമ്മയോട് സംസാരിക്കുക. അപ്പം ആരെങ്കിലും ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഫാദറായിരിക്കും കംഫർട്ട്. സോ ഫാദറിനോട് സംസാരിക്കുക. ഓർ യു ക്യാൻ ടോക്ക് സം വൺ എൽസ്. അപ്പം അത് നിങ്ങൾക്ക് ഒരുപാട് റിലീഫ് ചെയ്യും. ഈ ഒരു ടെൻഷൻ പീരിയഡിൽ ഒരുപാട് അത് റിലീഫ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, സോ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, ഇപ്പം തന്നെ അരമണിക്കൂറായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാനൊരു ലൈവ് പോഡ്കാസ്റ്റ് ചെയ്താലോ എന്ന് ആലോചിച്ചിരുന്നത്. പിന്നെ ആലോചിച്ച് നിങ്ങളെല്ലാവരും ഓരോ തിരക്കിലല്ലേ, അല്ലെങ്കിൽ നിങ്ങളോരോ എന്താ പറയുക എക്സാംസിൻ്റെ തിരക്കിലല്ലേ എന്ന് വെച്ചിട്ട് ലൈവ് പോഡ്കാസ്റ്റ് ചെയ്യാൻ. ഓറൽസ് നമുക്കൊരു ലൈവ് പോഡ്കാസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നല്ല രസമായിട്ട് ഇൻട്രാക്ഷൻ വെച്ചിട്ട് നമുക്കൊരു പോഡ്കാസ്റ്റ്. ആഫ്റ്റർ എക്സാം നമുക്ക് നോക്കാം. ആഫ്റ്റർ എക്സാം ഒരു മീറ്റപ്പ് പോലെ നമുക്കൊരു ഓൺലൈൻ മീറ്റപ്പ് നടത്താൻ പറ്റുമോ നമുക്ക് നോക്കാം. അങ്ങനെ ഓൺലൈൻ മീറ്റപ്പിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓൺലൈൻ മീറ്റപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ഓൺലൈൻ മീറ്റപ്പ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അതിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ യു ക്യാൻ ടോക്ക്. നമുക്ക് നേരിട്ട് പല കാര്യങ്ങളും സംസാരിക്കാം. ദാറ്റ് മീൻസ് ഓൺലൈനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ഓൺലൈൻ മീറ്റപ്പ്. ആൻഡ് ഫൈനലി നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒന്ന് റിലാക്സ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് വി ക്യാൻ ഒരു അതർ പോഡ്കാസ്റ്റിൽ നമുക്ക് എക്സാം ടിപ്സ്, എക്സാം 3 hours എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ടഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു അതർ പോഡ്കാസ്റ്റിൽ നമുക്ക് പറയാം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, അപ്പം സീ യു നെക്സ്റ്റ് പോഡ്കാസ്റ്റ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. പേടിക്കാത്ത നമ്മളൊക്കെ ഞാനൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ എന്താ പറയുക, തോറ്റ് ജയിച്ച് നമ്മൾ മെനക്കെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 100% നമ്മൾ ആ സംഭവത്തിനോട്, ഇപ്പോൾ CMA എന്നുള്ള സാധനത്തിനോട് നിങ്ങൾ 100% ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായിരിക്കും. അത് നിങ്ങൾ ആരൊക്കെ നിങ്ങളെ തളർത്താൻ നോക്കിയാൽ, ഇവൻ ICMA നിങ്ങളെ തളർത്താൻ നോക്കിയാൽ നിങ്ങൾ പാസ്സായിരിക്കും. കാരണം നിങ്ങൾ ജെന്യൂൻ ആണെങ്കിൽ നമ്മൾ പാസ്സായിരിക്കും. അതിനൊരു ഇതുമില്ല. അത്
ഒന്നും പറയാനില്ല അതിൽ. അത് ജെന്യുവിനാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു തന്നെ അതിൻ്റെ അർത്ഥം. ഓക്കെ, എൻ്റെ മനസ്സിലുള്ള വിശ്വാസം അതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ സംഭവം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നുള്ള കോഴ്സ് ഞാൻ ചെയ്യാണല്ലോ ചെയ്യുന്നത്, ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടേ അടങ്ങും. അത് വേറെ ഇനി ആരൊക്കെ എന്നെ വളർത്താൻ നോക്കിയാൽ, എന്നോട് പല ആൾക്കാർ റിലേറ്റീവ്സ് കുടുംബക്കാരെ കല്യാണത്തിന് എന്തെങ്കിലും പോയി പറയും, ഇനി ഗൾഫ് പോയിക്കോളെ, ഇനിയിപ്പോൾ എന്തെങ്കിലും നോക്കണോ, ഇനിയിപ്പോൾ നേരെ പോയിക്കോ, ഇപ്പോൾ തന്നെ ഫൈനൽ കംപ്ലീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ എന്ന് പറയും. എവിടേക്ക് കൊടുക്കും പോലെ. ഓക്കെ, ഞാൻ ഇത് എടുത്തിട്ടുള്ളത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇവൻ എന്തോ ഒരു അറ്റംപ്റ്റ് വൈകി കഴിഞ്ഞാലും ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകും. വേറെ ഒരു പണിക്കും നിൽക്കില്ല, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അപ്പോൾ ആ ഒരു സംഭവം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ എന്തൊക്കെ തടസ്സങ്ങളോ ഇവൻ ടഫ് പേപ്പർ വന്നാലോ നമ്മളിപ്പോൾ എങ്ങനെയെങ്കിലും പാസ്സായിരിക്കും. അതിലൊരു മാറ്റവും ഇല്ല, ആരെക്കൊട്ടും മാറ്റാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യുക, ഓർമ്മയിൽ വെക്കുക. ആൻഡ് see you in next podcast. ഇപ്പോൾ തന്നെ ഒരുപാട് കഴിഞ്ഞു, സോറി ഫോർ ദി ലേറ്റ്. ഒരു കുറേ സ്പാൻ ഓഫ് ടൈം സംസാരിച്ചതിന് സോറി. ആൻഡ് see you in next podcast. ആൻഡ് എങ്കിലും ഇത് ഇഷ്ടമായെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് കമൻറ്റ്, നമ്മളെ ഓൺലൈൻ മീറ്റപ്പിന് കമൻറ്റ് ചെയ്യണമെങ്കിൽ ഓൺലൈൻ മീറ്റപ്പിന് കമൻറ്റ് ചെയ്യുക. ആൻഡ് see you in എന്താ പറയുക നെക്സ്റ്റ് പോഡ്കാസ്റ്റ്. നമ്മൾ എക്സാം ടിപ്പ് പോഡ്കാസ്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ 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 ബൈ. ആൻഡ് ടേക്ക് ഇറ്റ് ഈസി, മേക്ക് ഇറ്റ് ഈസി, ബി ഹാപ്പി. ഓക്കെ.